നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ കലാമേളയ്ക്ക് പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാനികേതൻ വേദിയായി. മലപ്പുറം ജില്ലയിലെ 45 വിദ്യാലയങ്ങളിൽ നിന്നായി 1500-ലധികം വിദ്യാർത്ഥികളാണ് മത്സരത്തിന്റെ ഭാഗമായത്. 6 വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ധ്വനി 2024 എന്ന പേരിലാണ് ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ കലാമേള പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ സംഘടിപ്പിച്ചത്. മേളയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി IAS നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ ജയകൃഷ്ണൻ, ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സംഘടനാ കാര്യദർശി R. അനീഷ് കുമാർ, ഫോക്ലോർ കലാകാരൻ രാവുണ്ണി തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. മലപ്പുറം ജില്ലയിലെ ഭാരതീയ വിദ്യാനികേതന് കീഴിലുള്ള 45ഓളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള 1500-ലധികം വിദ്യാർത്ഥികളാണ് ധ്വനി കലാമേളയിൽ മാറ്റുരച്ചത്. ശിശു, ബാല, കിഷോർ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. തിരുവാതിരക്കളി, നാടോടി നൃത്തം, നാടൻപാട്ട്, കവിതാലാപനം തുടങ്ങിയ ഇനങ്ങളിലാണ് 2ാം ദിനത്തിൽ മത്സരങ്ങൾ നടന്നത്. നാടൻ വാദ്യോപകരണങ്ങളുമായി നാടൻപാട്ട് സംഘവും കരളുരുക്കുന്ന കഥന കഥകളുമായി നാടോടി നർത്തകികളും സദസ്സിനെ കയ്യിലെടുത്തു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് മിഴിവേകാൻ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ 6-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും വരുന്നുണ്ട്. ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും നേരിൽ കാണാം.